നമസ്കാരം. ദേവസൈനയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 51 ഏവർക്കും സ്വാഗതം. ഗോവർദ്ധനോദ്ധാരണം കഴിഞ്ഞ് ഭഗവാന്റെ തത്വനിരൂപണത്തിൽ ഭഗവാന്റെ പേരിടൽ ചടങ്ങിന്റെ അന്ന് ഗർഗ മഹർഷി നന്ദഗോപരോട് ഭഗവാനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളുടെ തുടർച്ച. ഇവൻ നിങ്ങൾക്ക് പരമശ്രേയസ് ഉണ്ടാക്കും. ഗോപഗോകുലത്തെ സർവദാ സന്തോഷിപ്പിക്കും. ഇവൻ നിമിത്തം നിങ്ങൾ സകല ദുഃഖങ്ങളെയും തരണം ചെയ്യും. ദുഷ്ടന്മാർക്ക് ശക്തി വർദ്ധിച്ച് സാധുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോഴെല്ലാം ഇവൻ ദുഷ്ടനാശവും ശിഷ്ടരക്ഷയും ചെയ്തിട്ടുണ്ട്. ഇവനെ സ്നേഹിക്കുന്നവർ സുഹൃതം ചെയ്ത ഭാഗ്യശാലികളാണ്. അവരെ ശത്രുക്കൾക്ക് ഒട്ടും തന്നെ പരിഭവിപ്പിക്കാൻ കഴിയുകയില്ല. ഇവൻ എല്ലാം കൊണ്ടും ശ്രീനാരായണ തുല്യനാണെന്ന് ധരിച്ചാലും ഇപ്രകാരമുള്ള ഗർഗവാക്യങ്ങളിൽ നിന്നും മനുഷ്യാതീതമായ ഐശ്വര്യവും കീർത്തിയും മാഹാത്മ്യവും ഗുണങ്ങളും ഇവനിൽ കാണുന്നതിനെക്കുറിച്ച് ആശ്ചര്യപ്പെടേണ്ടതില്ല. ഇവനെ ശ്രീനാരായണാംശമെന്ന് തന്നെ കരുതണം. നന്ദഗോപർക്കും കൂടി ശ്രീകൃഷ്ണൻ പരിപൂർണനായ ഭഗവാൻ തന്നെയെന്ന് വിശ്വാസം കൃഷ്ണമായ ശക്തിയാൽ വന്നിട്ടില്ലെന്നർത്ഥം. ഏതായാലും ശ്രീകൃഷ്ണന്റെ മഹാത്മ്യം നിർണയാതീതമാണെന്ന് നന്ദഗോപരിൽ നിന്നറിയുകയും അനേകം ദൃഷ്ടാന്തങ്ങളെ പ്രത്യക്ഷത്തിൽ കാണുകയും ചെയ്ത ഗോപന്മാർ അത്യധികം സന്തോഷിച്ചു. തന്റെ യാഗം വിഘ്നപ്പെടുത്തിയവരിൽ ക്രുദ്ധനായ ഇന്ദ്രൻ അതിവർഷത്താൽ ഗോകുലം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തളർന്നു പരവശരായ വ്രജവാസികൾ ശ്രീ ഭഗവാന്റെ പാദമൂലത്തിൽ ശരണം പ്രാപിച്ചു. ശരണാഗത രക്ഷകനായ ഉണ്ണികൃഷ്ണൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പുഴക്കിയെടുത്ത് ഒരു കയ്യാൽ ലീലയായി ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് ഇന്ദ്രന്റെ ഗർവഭംഗവും ഗോകുല രക്ഷയും ഒന്നിച്ച് സാധിച്ചു. ശ്രീ ഭഗവാന്റെ നിവാസസ്ഥലമായ ഗോകുലത്തിൽ താൻ ആരംഭിച്ച ദ്രോഹകൃത്യം ഒട്ടും തന്നെ ഫലിച്ചില്ലെന്ന് കണ്ടപ്പോഴാണ് ഇന്ദ്രന് താൻ ആരുടെ നേർക്കാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന ബോധമുണ്ടായത്. ഇന്ദ്രൻ അത്യന്തം ലജ്ജിതനും ഭീതനുമായി ഒട്ടും കാലം കളയാതെ ഭഗവാന്റെ പാദമൂലങ്ങളിൽ വീണ് ക്ഷമായാചനം ചെയ്യണമെന്ന് നിശ്ചയിച്ചു. അതിവർഷ വിപത്തിൽ നിന്നും തന്റെ വംശത്തെ രക്ഷിച്ച ഗോകുലേശ്വരനിൽ കാമധേനുവിന് അതിരറ്റ ഭക്ത്യാദരമുണ്ടായി. ഗോമാതാവ് പ്രിയ ഭഗവാനെ ദർശിച്ച് കൃതജ്ഞത പ്രകടിപ്പിക്കണമെന്ന് നിശ്ചയിച്ചു. ഇന്ദ്രനും കാമധേനുവും ഒരുമിച്ച് ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ബ്രഹ്മാവ് അവരെ വിളിച്ച് ശ്രീ ഭഗവാന് ഗോവിന്ദ പട്ടാഭിഷേകം ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. രണ്ടുപേരും ഗോകുലത്തിൽ വന്നു. പലരുടെയും മുമ്പിൽ വെച്ച് ഭഗവാനെ കാണുവാൻ ഇന്ദ്രന് നാണമായിട്ട് ഏകാന്തത്തിൽ സമീപിച്ച് പ്രഭുവിന്റെ ശ്രീചരണങ്ങളെ തന്റെ സ്വർണ കിരീടത്താൽ സ്പർശിച്ച് നമസ്കരിച്ചു. മതം നിശേഷം നശിച്ച് ശുദ്ധാന്തകരണനായി തീർന്ന ഇന്ദ്രൻ കൂപ്പുകൈയോടുകൂടി ഉണർത്തിച്ചു. ഹേ സർവേശ്വര, രജസ്തമസംബന്ധമില്ലാത്ത ശുദ്ധസത്വ സ്വരൂപനായ നിന്തിരുവടി ശാന്തിയുടെയും തപസ്സിന്റെയും ഇരിപ്പിടമാകുന്നു. അതിനാൽ ഞങ്ങളെപ്പോലെ സംസാരബന്ധം അവിടുത്തേക്കില്ല. അതിനാൽ രാഗദ്വേഷാദികളില്ലെന്ന് പറയേണ്ടതില്ല. എങ്കിലും നിന്തിരുവടി രക്ഷാശിക്ഷാദി വ്യാപാരങ്ങളെ ചെയ്യുന്നു. എന്തിനെന്നാൽ എന്നെപ്പോലെയുള്ള പരോപദ്രവികളായ ഖലന്മാരുടെ അഹങ്കാരത്തെ തകർത്ത് ശ്രീപാദ പങ്കജ ഭജനമാകുന്ന ധർമ്മത്തെ നിലനിർത്തുവാനായിട്ട് മാത്രമാണ്. ദുരത്യനും ജഗത്പിതാവും ജഗദ്ഗുരുവും ജഗദീശ്വരനുമായ നിന്തിരുവടി കാലാകാലങ്ങളിൽ അവതരിക്കുന്നതിൻ്റെ ഉദ്ദേശം ലോകേശ്വരന്മാരെന്ന് അഹങ്കരിക്കുന്ന അസ്മാദൃശന്മാരെ ശാസിച്ചനുഗ്രഹിക്കാനായിട്ട് തന്നെ. എന്നെപ്പോലെയുള്ളവർ ലോകനാഥന്മാരെന്ന് അഹങ്കരിക്കുന്നത് ഭയമില്ലാത്ത കാലത്തോളം മാത്രമാണ്. ഭയം സംജാതമാകുമ്പോൾ പെട്ടെന്ന് നിന്തിരുവടിയുടെ സ്മരണയുണ്ടാകുന്നു. അപ്പോൾ അഭയസ്വരൂപനായ നിന്തിരുവടിയെ കാണാനിടവരുകയും ഉടനെ അഹങ്കാരം നശിച്ച് തൃപ്പാദങ്ങളിൽ ഭക്തിയുണ്ടായി ശുദ്ധാന്തകരണന്മാരായി തീരുകയും ചെയ്യുന്നു. അതിനാൽ എൻ്റെ അഹങ്കാര ശമനത്തിനായി ചെയ്ത ഈ ലീലയും അനുഗ്രഹത്തിനായിട്ട് തന്നെ. പ്രഭോ, ഇന്ദ്രൻ എന്ന മതത്താൽ അന്ധനായി അവിടുത്തെ പ്രഭാവത്തെ അറിയാതെ മൂഢധിയായി പോയ എൻ്റെ സർവാപരാധങ്ങളെയും സർവേശ്വരനായ നിന്തിരുവടി ക്ഷമിച്ചരുളേണമേ.
ഇനിയെങ്കിലും എനിക്ക് ഇതുപോലെ ദുർബുദ്ധി തോന്നാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. ഹേ അധോക്ഷജ, സ്വന്തം ദേഹപോഷണത്തിനും സ്ഥാനമാനങ്ങളെ നിലനിർത്താനും പരദ്രോഹം ചെയ്ത് ഭൂമിക്ക് ഭാരമായിത്തീരുന്ന ഭരണാധിപന്മാരെ ഉന്മൂലനാശനം ചെയ്ത് അവിടുത്തെ ശ്രീചരണധൂളിയെ അനുവർത്തിച്ച് സേവിക്കുന്ന ഭക്തന്മാരുടെ ജന്മസാഫല്യം വരുത്താനാണല്ലോ നിന്തിരുവടി അവതരിക്കുന്നത്. ഹേ ഭഗവൻ, ആദിപുരുഷ, വാസുദേവ, കൃഷ്ണ, സ്വച്ഛന്ദ ശരീര, വിശുദ്ധജ്ഞാനമൂർത്തെ, വിശ്വരൂപ, സർവകാരണ സർവാത്മൻ, നിന്തിരുവടിക്ക് നമസ്കാരം. ഹേ ഭഗവൻ, അതിമാനിയും അതികോപിഷ്ഠനുമായ ഞാൻ എത്ര മൂർഖനായിട്ടാണ് നിന്തിരുവടി എഴുന്നള്ളിയിരിക്കുന്ന ഗോഷ്ഠത്തെ നശിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ നിന്തിരുവടി എന്നെ വഴി പോലെ അനുഗ്രഹിച്ച് എൻ്റെ മതം നശിപ്പിച്ചു. എങ്ങനെയെന്നാൽ എൻ്റെ ദുഷ്കൃത്യം ഒട്ടും ഫലിക്കാതെ ആക്കിയതുകൊണ്ടു തന്നെ. ഇതുപോലെ ദുരഹങ്കാരികളെയെല്ലാം അടക്കി നിലക്കി നിർത്തുന്ന ഈശ്വരനും ലോകഗുരുവും സർവാത്മാവുമായ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. തുടർച്ച അടുത്ത പംക്തിയിൽ. നന്ദി, നമസ്കാരം.